നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സംസ്ഥാന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കറുപ്പസ്വാമി ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഭാഗം, ഈ കാറ് വരുന്ന ഭാഗം കേരളം, എന്നാൽ ഈ കാണുന്ന ഭാഗം തമിഴ്നാട് എന്നിങ്ങനെ അതിർത്തിയായിട്ട് പങ്കിടുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആര്യങ്കാവ് കറുപ്പസ്വാമി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്. ശബരിമല ഭക്തർ തെങ്കാശി മാർഗത്തിലൂടെ ശബരിമലയിൽ എത്തിച്ചേരുന്ന ഭക്തർ ഈ ആര്യങ്കാവ് കറുപ്പസ്വാമി ക്ഷേത്രം സന്ദർശിച്ച് ഇവിടെ വഴിപാടുകൾ നടത്തി തന്നെയാണ് പൊന്നമ്പലമേട്ടിലേക്ക് എത്തിച്ചേരുന്നത്. ക്ഷേത്രം ശബരിമല സീസൺ കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ ധാരാളം നിത്യേന സന്ദർശകരായിട്ടുള്ളത് തമിഴ്നാട്ടുകാരാണ്. പൊന്നമ്പലമേട്ടിൽ പൊന്നമ്പലവാസന് കാവൽ കാക്കുന്ന സാക്ഷാൽ കറുപ്പസ്വാമി സംസ്ഥാന അതിർത്തിയായ ആര്യങ്കാവിലും കാവൽ ദൈവമായി സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ധാരാളം തമിഴ്നാട്ടുകാരായ ഭക്തജനങ്ങളാണ് നിത്യേന ഇവിടെ എത്തിച്ചേരുക. ശബരിമലയിൽ നിന്നും മകരജ്യോതി ദർശനം നടത്തി മടങ്ങിയെത്തിയ സ്വാമിമാർ കറുപ്പസ്വാമി ആലയത്തിൽ അന്നദാനം ഒരുക്കി ഇവിടെ നിന്ന് അന്നദാനം പൊതുജനങ്ങൾക്ക് കൊടുത്ത് അവരും സേവിച്ച് ശേഷമാണ് ഇവിടെ നിന്നും സ്വന്തം സ്വദേശങ്ങളിലേക്ക് മടങ്ങുന്നത്. എല്ലാവരും മറ്റോ ഇല്ല, അത്തരം ചിട്ടയായ വിശ്വാസം ഈ ക്ഷേത്രമായിട്ട് ഇന്നും നിലനിന്ന് വരുന്നുണ്ട്. കൂടാതെ തമിഴ്നാട്ടുകാരായ തെങ്കാശി ജില്ല, തിരുനെൽവേലി ജില്ല തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ തലമുണ്ടനം ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ കാതുകുത്ത്, പേരിടീര്, അല്ലെങ്കിൽ വിവാഹപരമായ കാര്യങ്ങൾ എന്ന് വേണ്ട സകലയിനും ഈ ആര്യങ്കാവ് കറുപ്പസ്വാമി ക്ഷേത്രത്തിലെത്തി അവരുടെ വിശ്വാസങ്ങൾ നടത്തി പോകുന്നത് പതിവാണെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അത്രയേറെ വിശ്വാസമുള്ള, അല്ലെങ്കിൽ വിളിപ്പുറത്ത് എത്തുന്ന ഒരു ഈശ്വരനാണ്, അല്ലെ ദൈവമാണ് സാക്ഷാൽ കറുപ്പസ്വാമി. ഈ സമയം ഈ ക്ഷേത്രത്തിന് കോമ്പൗണ്ടിനകത്ത് ഏതാണ്ട് സ്വാമിമാരുൾപ്പെടെ ഏതാണ്ട് ഒരു 10-60 പേരുണ്ട്. ഇതിൽ ഏതാണ്ട് 59 പേരും അല്ലെങ്കിൽ 55 പേരും തമിഴരാണെന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ആര്യങ്കാവ് കറുപ്പസ്വാമി ക്ഷേത്ര തിരുനടയിൽ നിന്നും ദീപം FIS ചാനൽ. നമ്മുടെ ഈ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.